ഹലോ ഗൈസ്, ഇപ്പോഴത്തെ ഡീസലിന്റെ വിലയ്ക്കൊക്കെ എത്ര ഓട്ടം കിട്ടിയെന്ന് പറഞ്ഞാലും ഒന്നിനും തികയാത്തൊരവസ്ഥയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്കാണ് ഒടുക്കത്തെ വില. ഇനി ഒരുവിധം നമ്മൾ തട്ടിമുട്ടി അങ്ങ് പോകുന്നു മാത്രം. നമ്മൾ ഗുഡ്സ് വണ്ടിയെ ഓടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ആശ്വാസം. ഇതുപോലെ തന്നെ പാസഞ്ചർ ഓട്ടോ ഓടിക്കുന്ന ഒരുപാട് ഓട്ടോ തൊഴിലാളികളുണ്ട്. അവരുടെയൊക്കെ മിനിമം ചാർജ് 50 രൂപയെങ്കിലും ആക്കിയില്ലെങ്കിൽ വളരെ കഷ്ടത്തിലാവും കാര്യങ്ങളൊക്കെ. ഈ വിലക്കയറ്റം കാരണം നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലയും സാരമായി ബാധിച്ചിട്ടുണ്ട്. പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും നമുക്ക് ആരുമില്ലല്ലോ. ഓട്ടോ തൊഴിലാളികൾക്കാണെന്നുണ്ടെങ്കിൽ യൂണിയൻ ഉണ്ട്. നമുക്ക് പിന്നെ യൂണിയനും കാര്യങ്ങളൊന്നുമില്ല. ആരൊക്കെ എവിടെല്ലാം തോൽപ്പിക്കാൻ ശ്രമിച്ചാലും നമുക്ക് ജീവിക്കാനുള്ള വഴികൾ പഠിച്ചവൻ എവിടെങ്കിലും ഒക്കെ തുറന്നു തരും. അതാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ പ്രചോദനം. ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്റെ കാര്യം മാത്രമല്ല, നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യം. എന്തായാലും അരിമേടിക്കാനുള്ള കാശ് നമുക്ക് എവിടെ നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞ് എവിടെയോ കാട് കയറിപ്പോയി. ഇപ്പോഴാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെടി കണ്ടത്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കണ്ടിരുന്ന ഈ ഒരു ചെടി ഇപ്പൊ അപൂർവമായിട്ട് ഇങ്ങനെയൊക്കെ കാണാറുള്ളത്. ചെറുപ്പത്തിൽ നമ്മൾ ചോറും കൂട്ടാനും വെച്ച് കളിക്കുന്ന സമയത്ത് ഈ ഇലയായിരുന്നു തോരൻ ഐറ്റത്തിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. മനസ്സ് ശരീരം ഒരുപോലെ തളരുമ്പോൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ചായ കുടി. ജോലിയുടെ കഷ്ടപ്പാടും തിരക്കും കൊണ്ട് ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലുള്ള കുരുന്നുകളുണ്ടെങ്കിൽ അവരുടെ കളിയും ചിരിയും കുസൃതികളൊക്കെ കാണുമ്പോൾ നമ്മളുടെ എല്ലാവിധ വിഷമങ്ങളും മാറും. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.